മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പുതിയൊരു പ്രഭാത വിരുന്നിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പുതിയ പ്രഭാതത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് വചനം ശ്രവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദിവസം ആരംഭിക്കുകയാണ്. ഒരു ദിവസത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മണിക്കൂറാണ് പ്രഭാതമെന്നാണ് വചനം നമുക്ക് പറഞ്ഞു തരിക. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തിന് നന്ദി പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഒരു ദിവസത്തിലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വചനം ജീവിച്ച വ്യക്തിയാണ്. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. വചനം കൂടുതൽ ഗ്രഹിക്കുവാനും വചനത്തിന് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് തീരുവാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദുരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്നേ ദിവസം നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്ന ടോപ്പിക്ക് നമ്മൾ ജീവിതത്തിൽ കൂടുതലായിട്ടും ആശ്രയിക്കുന്നവരായിട്ട് മാറണം എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുക. നമ്മൾ ഈശോയിൽ കൂടുതലായിട്ട് ആശ്രയിക്കുന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഈശോയിൽ കൂടുതൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഈ ഒരു വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാശ്രയം കൂടുതലായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 130 വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: വചനത്തിൻ്റെ ചുരുളു നീ വരുമ്പോൾ എളിയവർക്ക് പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. വചനത്തിൻ്റെ ചുരുളു നീ വരുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം നമുക്ക് ശ്രവിക്കുവാനായിട്ട്, വചനം കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട്, വചനത്തിൽ നിന്നും കൂടുതൽ അറിവ് പകരുവാനായിട്ട്, വചനം കൂടുതൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് തീക്ഷ്ണമായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ ഒരു നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരിലൊക്കെ ആശ്രയിക്കുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ അധപതിക്കാറുണ്ട്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഈശോയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം? ആ ഒരു വിഷയത്തെക്കുറിച്ച് ആ ഒരു നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. 1 മുതലുള്ള ആ വാക്യങ്ങളിൽ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ മുന്തിരിച്ചെടിയെയും ശാഖകളെയും കുറിച്ചുള്ള ഉപമയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖകളും നമുക്കൊക്കെയും സുപരിചിതമായിട്ടുള്ള ഒരു ഉപമയാണിത്. മുന്തിരിച്ചെടിയും ശാഖകളും ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ ജീവിച്ചിരുന്ന ആ ഒരു നാട്ടിൽ ഏറ്റവും സുലഭമായിട്ടുണ്ടായിരുന്ന ചെടിയായിരുന്നു. ഇന്നത്തെ നമ്മളൊക്കെ നമ്മുടെ ഈ നാട്ടിലും അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പിക്ചറിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ മുന്തിരി വള്ളിയും അതുപോലെ ശാഖകളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശോ ഈ ഉപമ ഉപയോഗിക്കുന്നത് മുന്തിരിച്ചെടിക്ക് ആ മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിൽക്കുമ്പോൾ ശാഖ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന സന്ദേശമാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഈ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ശാഖ
മുന്തിരി ചെടിയുടെ ആ തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു. ആ സന്ദേശമാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ നമുക്കൊന്നും സ്വീകരിക്കുവാൻ സാധിക്കില്ല എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ സ്നാപക യോഹന്നാനാണ് ഇപ്രകാരം പറയുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ അവിടെ 27-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ ഇപ്രകാരം പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇന്നത്തെ ഈ ഒരു വചനഭാഗത്തും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഈശോയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് നന്മ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല, നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ ശക്തി സംഭരിക്കുന്നു. ഇതൊക്കെയും എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ നമ്മൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. നന്മയുടെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വചനഭാഗത്ത് ഈശോ നമുക്കൊരു താക്കീത് കൂടെ നൽകുന്നുണ്ട്. ഫലം പുറപ്പെടുവിക്കാത്ത ശാഖയൊക്കെയും വെട്ടി തീയിലെറിയപ്പെടും എന്ന് ഈശോ പറഞ്ഞു തരുന്നുണ്ട്. ഫലം പുറപ്പെടുവിക്കാത്ത ശാഖ, ആ ശാഖ വെട്ടി തീയിലെറിയപ്പെടുമെന്നാണ് പറയുക. അതുപോലെ തന്നെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി വെട്ടി ഒരുക്കും എന്ന ഒരു കാര്യം കൂടെ ഈശോ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോൾ മറ്റു വചനങ്ങളിൽ നമ്മൾ കാണും, അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണമാണ് കൂടുതൽ മാറ്റുള്ള സ്വർണം. അതുപോലെ തന്നെ ദൈവം തനിക്ക് പ്രിയപ്പെട്ടവർക്ക് ശിക്ഷണം നൽകുന്നുവെന്ന് വചനം നമുക്ക് പറഞ്ഞു തരും. തീർച്ചയായിട്ടും ഈ ശിക്ഷണം, തിരുത്തപ്പെടുന്ന അനുഭവങ്ങൾ, അതുപോലെ സഹനങ്ങൾ, ഞെരുക്കങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. നമ്മളെ ഒത്തിരിയധികം ഈ ഒരു കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. വെട്ടിയൊരുക്കപ്പെടുന്നതിൻ്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സുഖാനുഭവം അല്ലെന്ന് നമുക്കറിയാം. ഒരു ഞെരുക്കത്തിൻ്റെ വേദനയുടെ അനുഭവമാണ് ഈ വെട്ടിയൊരുക്കപ്പെടുന്ന അനുഭവം. പക്ഷേ വെട്ടിയൊരുക്കപ്പെടുമ്പോൾ നമുക്ക് ആ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ വചനം നമുക്ക് പറഞ്ഞു തരുന്ന ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. വെട്ടിയൊരുക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു വചനം റോമ 9:16 ഇങ്ങനെ പറയും, മനുഷ്യന്റെ ആഗ്രഹമോ മനുഷ്യന്റെ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. റോമ 9:16 വചനം പറയുകയാണ്, മനുഷ്യന്റെ ആഗ്രഹമല്ല, മനുഷ്യന്റെ പ്രയത്നമല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമുക്കറിയാം, നമ്മളൊക്കെയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ആ ദൈവത്തോട് ബന്ധമില്ലാതെ നമ്മളിവിടെ ജീവിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ദൈവത്തിൻ്റെ പക്കൽ തിരിച്ചെത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കില്ല. കാരണം ഈശോ വിശുദ്ധ കുർബാനയൊക്കെ നമുക്ക് പങ്കുവെച്ച് നൽകുമ്പോൾ, ഈശോയുടെ ശരീരവും രക്തവും ഒക്കെ നമുക്ക് പങ്കുവെച്ച് നൽകുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ട്. ഈ ശാഖ ഈ ഒരു തണ്ടിനോട് ചേർന്നിരിക്കുക എന്ന ആ ഒരു ഒട്ടിയിരിക്കുന്ന ആ ഒരു സ്നേഹാനുഭവം അത് ഈശോ വിശുദ്ധ കുർബാന നമുക്ക് പങ്കുവെച്ച് നൽകുമ്പോഴും ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യത്തിലും ഈശോ പറയും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ജീവൻ സ്വീകരിക്കുന്നത് ഈശോയിൽ നിന്നാണ്. ജീവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈശോയുടെ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മൾ തന്നെ ആശ്രയിക്കാതെ, അല്ലെ മറ്റു മനുഷ്യരിൽ ആശ്രയിക്കാതെ ഈശോയിൽ കൂടുതൽ ആശ്രയിച്ചാൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം മുന്തിരിവള്ളിയുടെയും ശാഖയുടെയും മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഒക്കെ ആ ഉപമയിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോയുടെ സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ ദൈവാശ്രയം കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇന്നേ ദിവസവും അതുപോലെ നമ്മുടെ മുൻപിലേക്കുള്ള ജീവിതത്തിലും ഈ ദൈവാശ്രയം കൂടുതലായിട്ട് നമുക്കുണ്ടാവട്ടെ. ദൈവാശ്രയം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നന്മയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ തണ്ട് അതിൻ്റെ ജീവരസം ഊറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് ജീവിക്കാൻ ആവശ്യമായ ഊർജം അല്ലെങ്കിൽ ആവശ്യമായ പോഷകങ്ങളും അതൊക്കെ വലിച്ചെടുക്കുന്നത് ഈ മെയിനായിട്ടുള്ള ആ തണ്ടിൽ നിന്നാണ്. ഈ ശാഖ ഇതെല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് ഈ ദൈവവുമായിട്ടുണ്ടാവട്ടെ, ഈശോയുമായിട്ടുണ്ടാവട്ടെ. ഇന്നേ ദിവസം നമുക്ക് ഈ തീഷ്ണമാടിയ വചനം ധ്യാനിക്കാം, കൂടുതൽ ഈശോയോട് ചേർന്ന് നിൽക്കുവാനും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനും. അതുപോലെ തന്നെ വെട്ടിയൊരുക്കപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതുണ്ടാവുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി നമ്മളെ മാറ്റുന്നതാണെന്നുള്ള ശക്തമായ ബോധ്യം നമുക്കുണ്ടാവട്ടെ. ഇന്നത്തെ നമ്മൾ ഈ വായിച്ചു കേട്ട വചനഭാഗം, നമ്മൾ ഈ ധ്യാനിച്ച വചനഭാഗം തീഷ്ണമായിട്ട് ജീവിക്കുവാനായിട്ടും ഈശോയോട് ചേർന്ന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ
ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ട വിഷയം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം എന്നുള്ളതാണ്. ഈ ഒരു വചനഭാഗം മുന്തിരിവള്ളിയുടെയും ശാഖയുടെയും വചനഭാഗത്ത് നമ്മൾ കേട്ടതുപോലെ കൂടുതൽ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗവാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രൻ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, തീക്ഷ്ണമായിട്ട് ഇന്നേ ദിവസം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പുത്രനായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് രക്ഷിച്ചു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. സകല സ്വർഗവാസികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണം. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മേ, വചനം ജീവിച്ച പരിശുദ്ധ അമ്മേ, ഈശോയിൽ കൂടുതലായിട്ടും ആശ്രയിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളോട് ഏറ്റവും അധികം ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിങ്ങളുടെ മാധ്യസ്ഥം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സകല മാലാഖമാരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. സ്വർഗത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഈ ഒരു ദിവസം ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കാവൽ മാലാഖമാരെ ഇന്നേ ദിവസം ശക്തമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.
കുസൃതികൾ കാട്ടും നേരത്ത് കുഞ്ഞുണ്ണീശോ കരഞ്ഞിടും. കുട്ടിക്കുറുമ്പ് കാട്ടിടും നേരം കുഞ്ഞുണ്ണീശോ പിണങ്ങിടും. കുസൃതികൾ കാട്ടും നേരത്ത് കുഞ്ഞുണ്ണീശോ കരഞ്ഞിടും. കുട്ടിക്കുറുമ്പ് കാട്ടിടും നേരം കുഞ്ഞുണ്ണീശോ പിണങ്ങിടും. രാരിരാരോ രാരാരോ. ഉണ്ണിയേശുവേ വാവാ, ഉണ്ണി മനസ്സിൽ വാവാ, ഉണ്ണി കൈകളിൽ ചാഞ്ചാടാം പൊന്നുണ്ണീശോ വാവാ വാവാ. ഉണ്ണിയേശുവേ വാവാ, ഉണ്ണി മനസ്സിൽ വാവാ, ഉണ്ണി കൈകളിൽ ചാഞ്ചാടാം പൊന്നുണ്ണീശോ വാവാ വാവാ. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട് കത്തോലിക്ക സഭയിലെ എല്ലാ കർദിനാൾമാരോടും എല്ലാ ബിഷപ്പുമാരോടും ചേർന്ന് നിന്നുകൊണ്ട് സകല വൈദികരോടും ചേർന്ന് നിന്നുകൊണ്ട് സകല സന്യസ്തരോടും ചേർന്ന് നിന്നുകൊണ്ട് സകല സമർപ്പിതരോടും സകല ആത്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയൻ കൂടാരത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ശക്തമായ പ്രാർത്ഥന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സാധിക്കുന്നവരൊക്കെയും ഇന്നേ ദിവസം ഒരു ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തുക. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒത്തിരി സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു.